സന്നിധാനത്തിൽ ദൈവപാദപീഠത്തിൽ നാം ഒരുമിച്ചായിരിക്കുമ്പോൾ അത് നമുക്ക് ഏവർക്കും അനുഗ്രഹമായി വിടുതലാക്കി കർത്താവ് തീർക്കേണ്ടതിനായി ഒരുമിച്ച് ദൈവത്തിൽ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾ പലരും ഹല്ലേലൂയ ഈ ദിവസങ്ങളിലൊക്കെ കൂടെ ഫാസ്റ്റിംഗ് പ്രയറിലൊക്കെ ജോയിൻ ചെയ്യുന്നല്ലോ. അവരെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതലും അനുഗ്രഹവുമാക്കി ഈ ദിവസങ്ങളിൽ ഉപവാസ പ്രാർത്ഥനയായി തീരുവാനും നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മധ്യയച്ച കർത്താവ് ദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. തന്നിലൂടെ അനുഗ്രഹിക്കപ്പെട്ട ദൂതുകൾ ഈ ദിവസങ്ങളിൽ വെളിപ്പെടുവാൻ കർത്താവ് ഇടയാക്കേണ്ടതിനായും പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അധരങ്ങളെ തുറന്ന് അധരബലമെന്ന സ്തോത്രയാഗം ദൈവത്തിൽ അർപ്പിച്ച് നമ്മെ ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ഈ വർഷത്തിൻ്റെ 5 മാസങ്ങൾ നമ്മെ വിട്ട് കടന്നു പോകുമ്പോൾ നടത്തിയ വിധങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. കഴിഞ്ഞ മാസങ്ങളിലൊക്കെ നമ്മെ വഴി നടത്തിയ നമ്മുടെ ആവശ്യങ്ങളിൽ മതിയാവിനായി കൂടെ ഉണ്ടായിരുന്ന കർത്താവിന് ഇന്ന് പകൽക്കാലം മഹത്വം കരേറ്റാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കും സ്തോത്രത്തിനും മഹത്വത്തിനും പുകഴ്ചയ്ക്കും യോഗ്യനായ കർത്താവിനെ ഇന്ന് പകൽക്കാലം സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, തിരുസന്നിൽ അടുത്ത് വരുന്നു. അവിടുത്തെ മക്കളായ ഞങ്ങൾക്ക് തിരുസന്നിൽ അടുത്ത് വന്ന് അബ്ബാ പിതാവിന് വിളിപ്പാൻ ഞങ്ങൾ ലഭിക്കുന്ന ഈ ഭാഗ്യ പദവിക്കായി സ്തോത്രം. അവിടുത്തെ മക്കളാക്കി ഞങ്ങളെ തീർത്ത് അവിടുത്തെ സ്നേഹത്തിനായി, കരുതലിനായി, വിശ്വസ്തതയ്ക്കായി സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവസന്നിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും ഞങ്ങളായിരിക്കുന്നു കർത്താവേ. ഈ മാസം ഞങ്ങളുടെ ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ സെഷൻ കർത്താവ് ഞങ്ങൾ ഇപ്രകാരം ദൈവത്തിൽ കൂടി വന്നിരിക്കുമ്പോൾ കർത്താവിൻ്റെ കരുണ വെളിപ്പെടണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളോട് പരിശുദ്ധാത്മാവ് ഇടപെടണമേ. അങ്ങേ സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാൻ അവിടുത്തെ നാമത്തിനും മഹത്വം കരേറ്റുവാൻ ഇന്ന് പകൽ ഞങ്ങളേവരെയും സഹായിക്കുന്ന അവിടുത്തെ കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കൂട്ടുവരുന്ന ദൈവജനത്തിനായി സ്തോത്രം. ഓരോരുത്തരെയും പേരുപേരായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കണം. മധ്യ കർത്താവ് അയച്ച് ഞങ്ങളുടെ ദാസനായി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ദാസനെ കർത്താവ് ഇന്ന് പകൽക്കാലം ശക്തിയോടെ ആത്മനിറവിൽ ഞങ്ങളുടെ മധ്യേ ഹല്ലേലൂയ വചനവുമായി അവിടുന്ന് നിർത്തുമാറാകണമെന്ന് പ്രാർത്ഥി. പരിശുദ്ധാത്മാവിൽ കർത്താവ് ദേവദാസുകൾ ഞങ്ങളോട് ഇടപെടുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ആദ്യം പരിശുദ്ധാത്മാവിനെ നയിക്കുവാനും മഹത്വം അങ്ങയ്ക്ക് യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൽ വന്ദനം. പ്രത്യേകാൽ നമ്മുടെ മധ്യായ കർത്താവിൻ്റെ ദാസൻ ജെയിംസ് പാസ്റ്ററെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകാൽ ദൈവസഭയുടെ പേരിലുള്ള വന്ദനം, സ്നേഹം അറിയിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഇന്ന് രാവിലെ സമയം ദൈവസനിലായിരിക്കുമ്പോൾ ഹല്ലേലൂയ ഒരു പാട്ട് പാടി സ്തോത്രം എല്ലാവരും ചേർന്ന് ദൈവത്തെ ആരാധിപ്പാൻ ഇടയായിത്തീരട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ, സ്തോത്രം.
അനുഗ്രഹീതമായ ഈ നല്ല പകൽക്കാലത്തിനായി വീണ്ടും ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ മധ്യ കർത്താവായ കർത്താവ് ദാസൻ പ്രിയ ജെയിംസ് പാസ്റ്ററെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ജെയിംസ് എബ്രഹാം പാസ്റ്റർ ഈ വർഷത്തെ നമ്മുടെ നേക്കോഗിന്റെ ട്രഷറായി, നാഷണൽ ട്രഷറായി സേവനം അനുഷ്ഠിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ കർത്താവിന്റെ ദാസന്റെ ശുശ്രൂഷകൾ ഈ കോൺഫറൻസിന് അനുഗ്രഹമായി ഇതുവരെ ആയിരിക്കുന്നു. സ്തോത്രം. ദേവദാസന്റെ സാന്നിധ്യത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രതികാൽ ദൈവസഭയുടെ പേരിൽ വന്ദനവും സ്വാഗതവും അറിയിക്കുന്ന ഈ ദിവസങ്ങൾ നമ്മൾ ആയിരിക്കുന്നതിൽ ദൈവത്തെ സ്തുതിക്കുകയും ദേവദാസനുള്ള നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. തുടർന്ന നിമിഷങ്ങൾ ദൈവത്തിന്റെ വചനം ശ്രമിക്കാനുള്ള സമയമാണ്. ഈ ദിവസങ്ങൾ ഉപവാസ പ്രാർത്ഥനകളെല്ലാം പ്രിയ ദേവദാസ് ഞായറാഴ്ച വരെ നമ്മുടെ മധ്യേ ദൈവത്തിന്റെ വചനവുമായിട്ടായിരിക്കും. ഇന്ന് പകൽക്കാലം തുടർന്നുള്ള നിമിഷങ്ങൾ പ്രിയ കർത്താവിന്റെ ദാസനെ വചന ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്ന എല്ലാവരും പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ നമുക്ക് ദിവസത്തിലായിരിക്കാൻ കർത്താവ് സഹായിക്കണം. തുടർന്നുള്ള സമയം ദേവദാസനെ കൈമാറുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ മന്ദൻ ഫാസ്റ്റിംഗ് പ്രയറിൻ്റെ ആദ്യ ദിനത്തിൽ മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനവുമായി ദൈവസഭയുടെ മുൻപാകെ നിൽക്കുവാൻ സർവശക്തനായ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന ഈ അസുലഭ സന്ദർഭത്തെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ഇങ്ങനെയൊരു അവസരം എനിക്ക് വേണ്ടി ഒരുക്കിയ ഈ സഭയുടെ പാസ്റ്ററായ ബെൻസൺ എബ്രഹാമിനും സഭയിലെ എല്ലാ എൽഡേഴ്സിനും, അതുപോലെ ഇന്നലെ എനിക്ക് ആതിഥ്യമരളിയ ജെറുസന്റെ കുടുംബത്തിനും പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. ഈ സൂംലയിലൂടെ എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വാത്സല്യ സഹോദരി സഹോദരന്മാർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ബെൻസൺ പാസ്റ്റർ പരിചയപ്പെടുത്തിയതുപോലെ ഞാൻ ഇനി 2-3 ദിവസം നിങ്ങളോടൊപ്പമുണ്ട്. നമുക്ക് തുടർന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. സമയപരിമിതി കൊണ്ട് മുഖവരെയൊന്നും കൂടാതെ ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുവാനായി പോവുകയാണ്. കർത്താവ് എൻ്റെ ഉള്ളത്തിൽ തന്നിരിക്കുന്ന ഒരു നിയോഗം, നാം ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ മടങ്ങിവരവിനോടുള്ള ബന്ധത്തിൽ ചില വിഷയങ്ങൾ ശാന്തമായി ചിന്തിപ്പാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. കാരണം നാം ഉപവാസ പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ ദൈവാത്മാവ് നമ്മോട് സംസാരിക്കേണ്ടതിന്, ദൈവാത്മാവ് നമ്മോട് ഇടപെടേണ്ടതിന് നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. എനിക്ക് ലഭിക്കുന്ന ഈ അവസരങ്ങൾ കർത്താവിൻ്റെ മടങ്ങിവരവിനെ കുറിച്ച് ചിന്തിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഏതൊരു കർത്തൃദാസന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ദൈവജനത്തെ കർത്താവിൻ്റെ വരവിനായി ഒരുക്കുക എന്നതാണ്. കറ, ചുളുക്കം, വാട്ടം, മാലിന്യം ഒന്നുമില്ലാത്ത ഒരു കന്യകയായി ദൈവസന്നിധിയിൽ, കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവസഭയെ പ്രസന്റ് ചെയ്യുവാൻ ദൈവജനത്തെ ഒരുക്കുക എന്ന പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്, ഉത്തരവാദിത്വമാണ് കർത്തൃദാസന്മാരുടെ മേൽ ദൈവം തന്നിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ബാക്കി കാര്യങ്ങളൊക്കെ ആവശ്യമില്ലാത്തതാണ് എന്നല്ല. കർത്താവിൻ്റെ വരവിങ്കിൽ ബാക്കി എല്ലാം ചെയ്തതിന് ശേഷം കർത്താവിൻ്റെ വരവിങ്കിൽ പോകാൻ കഴിയുന്നില്ലെങ്കിൽ, കാഹളം ധ്വനിക്കുമ്പോൾ കേൾക്കാൻ കഴിയുന്നില്ല എങ്കിൽ പിന്നെ നമ്മൾ ചെയ്യുന്നതൊക്കെ 0 ആയിട്ട് മാറും. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കർത്താവിൻ്റെ മടങ്ങി വരവിനായി ഒരുക്കപ്പെടണം എന്നുള്ളതാണ്. യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവിനോടുള്ള ബന്ധത്തിൽ പല കാര്യങ്ങൾ ഒരുപക്ഷെ പല പ്രാവശ്യമായി നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കാം, പല ദൈവദാസന്മാരുടെയും പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം, പല വട്ടം നിങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ അതൊന്നുകൂടി ഒന്ന് തട്ടിക്കുടഞ്ഞെടുത്ത് നിങ്ങളുടെ സ്മൃതിപഥത്തിലൂടെ ഒരു മിന്നൽ പിണർ പോലെ കടത്തിക്കൊണ്ടുപോകുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. പത്രോസിന്റെ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായം 14-ാം വാക്യമാണ് നമ്മൾ ധ്യാനിക്കുവാനായി പോകുന്നത്. പത്രോസിന്റെ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായം 14-ാം വാക്യം ഞാൻ തന്നെ വായിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കയാൽ അവൻ നിങ്ങളെ കറയും കളങ്കവുമില്ലാത്തവരായി സമാധാനത്തോടെ കാണാൻ ഇച്ഛിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ ദീർഘക്ഷമയെ രക്ഷ എന്ന് വിചാരിപ്പേൻ. കർത്താവിൻ്റെ ദാസനായ പത്രോസ് ചിതറിപ്പാർക്കുന്ന ദൈവസഭയ്ക്ക് എഴുതുന്ന 2 ലേഖനങ്ങളിലെ 2-ാമത്തെ ലേഖനമാണ് പത്രോസിന്റെ 2-ാമത്തെ ലേഖനം. കർത്താവിനെ അറിഞ്ഞ ഒരു കൂട്ടം ദൈവമക്കൾ വലിയ പീഡനത്തിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടം, അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വലിയ സംഘർഷങ്ങളുടെ മധ്യത്തിൽ അവരെ പിടിച്ചു നിർത്തുവാനും കർത്താവിൻ്റെ മടങ്ങിവരവിന് വേണ്ടി അവരെ ഒരുക്കുവാനും ദൈവത്തിൻ്റെ ദാസനായ പത്രോസ് കൈമാറ്റം ചെയ്യുന്ന മനോഹരമായ 2 ലേഖനങ്ങളാണ് 1-ഉം 2-ഉം പത്രോസിന്റെ ലേഖനങ്ങൾ. പത്രോസിനെ സംബന്ധിച്ച് ഈ ദൈവസഭയോട് അല്ലെങ്കിൽ ദൈവമക്കളോട് പത്രോസിന് വലിയ ഒരു ഉത്തരവാദിത്വമുണ്ട്. തൻ്റെ ആ ഉത്തരവാദിത്വത്തെ നിവർത്തിക്കേണ്ടതിന് ദൈവാത്മാവിൻ്റെ നിയോഗത്താൽ ഈ ദൈവദാസൻ
ദൈവസഭ അറിഞ്ഞിരിക്കേണ്ട, ദൈവമക്കൾ അറിഞ്ഞിരിക്കേണ്ട ഗൗരവമായ ചില ചിന്തകളാണ് ഈ വേദഭാഗത്ത് ദൈവത്തിൻ്റെ ദാസൻ കൈമാറുന്നത്. 13-ാം വാക്യത്തിൽ ദൈവമക്കൾ എന്തിനു വേണ്ടിയാണ് പ്രത്യാശയോടെ കാത്തിരിക്കുന്നത്, ആ പ്രത്യാശയെ എടുത്തു പറഞ്ഞതുകൊണ്ട് 14-ാം വാക്യം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: അതുകൊണ്ട് പ്രിയമുള്ളവരെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ എന്ന് അഭിസംബോധന ചെയ്തതിന് ശേഷം ഏതാണ്ട് 4-5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെ ദൈവമക്കൾ അറിയണം എന്നാഗ്രഹിച്ച് കർത്താവിൻ്റെ ദാസനായ പത്രോസ് അവരോട് സംസാരിക്കുകയാണ്. പത്രോസിന്റെ 2-ാമത്തെ ലേഖനത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ പത്രോസ് കൃത്യമായി അവരോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട്. അവർ കണ്ടെത്തിയ, അവർ കണ്ടുമുട്ടിയ, അവർ അറിഞ്ഞ യേശുക്രിസ്തു ഒരു മിത്തല്ല. യേശുക്രിസ്തു കേവലം ഒരു ഊഹാപോഹമല്ല. യേശുക്രിസ്തു ഏതെങ്കിലും ഒരു നോവലിൽ കണ്ട ഒരു കഥാപാത്രവുമല്ല. യേശുക്രിസ്തു ആളുകൾ പറഞ്ഞുണ്ടാക്കിയ ഒരു കഥാപുരുഷൻ അല്ല. പകരം പത്രോസ് ആവർത്തിച്ചു പറയുന്നു, ഞങ്ങൾ അവൻ്റെ മഹിമ കണ്ട സാക്ഷികളാണ്. ഞങ്ങൾ യേശുവിനെ കണ്ടവരാണ്, ഞങ്ങൾ യേശുവിനെ അറിഞ്ഞവരാണ്, ഞങ്ങൾ യേശുവിൻ്റെ കൂടെ നടന്നവരാണ്. യേശു ഒരു ചരിത്ര പുരുഷനാണ്. മാത്രമല്ല അവൻ ദൈവപുത്രനാണെന്ന് ആവർത്തിച്ചു പറയുവാൻ പത്രോസ് അപ്പോസ്തലൻ തൻ്റെ 2-ാമത്തെ ലേഖനം 1-ാം അധ്യായത്തിൽ തയ്യാറാവുകയാണ്. അതുകൊണ്ടാണ് 12-ാം വാക്യം മുതൽ ദൈവത്തിൻ്റെ ദാസൻ പറയുന്നത്, അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞവരും ലഭിച്ച സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരും എന്ന് വരികിലും ഇത് നിങ്ങളെ ഓർപ്പിക്കുവാൻ എപ്പോഴും ഞാൻ ഒരുങ്ങിയിരിക്കും. ഇവിടെ നാം ശ്രദ്ധിക്കണം, പത്രോസ് ഇത് അറിഞ്ഞവരോടാണ് പറയുന്നത്. അറിയുന്നവരായ നാമും കേൾക്കേണ്ട ഒരു വിഷയമാണ് കർത്താവിൻ്റെ വരവ് എന്നുള്ളത്. അതിൻ്റെ താഴോട്ട് വായിച്ചു വരുമ്പോൾ കർത്താവിൻ്റെ ദാസൻ പത്രോസ് അപ്പോസ്തലൻ മറുരൂപമലയിൽ യേശുക്രിസ്തുവിൻ്റെ മഹാസാന്നിധ്യം കണ്ടുകൊണ്ട് ദൈവത്തിൻ്റെ തേജസ് കണ്ട് അതിൻ്റെ ഓർമ്മ പുതുക്കിക്കൊണ്ട് എഴുതുന്ന വേദഭാഗമൊക്കെ നമുക്ക് ആ 1-ാം അധ്യായത്തിൽ വായിക്കുവാൻ കഴിയുന്നുണ്ട്. 1-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിനെ ആവർത്തിച്ച് വിശദീകരിച്ച് ഈ ദൈവമക്കളുടെ ഹൃദയത്തിനകത്തൊരു പൂർണ്ണ ഉറപ്പുണ്ടാക്കുവാൻ കർത്താവിൻ്റെ ദാസൻ ശ്രമിക്കുകയാണ്. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എല്ലാ കാലത്തും സഭ അഭിമുഖീകരിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു പ്രശ്നമാണ് പത്രോസ് അപ്പോസ്തലൻ കൈകാര്യം ചെയ്യുന്നത്. 2-ാം അധ്യായത്തിൽ കൈകാര്യം ചെയ്യുന്നത് ദുരുപദേശങ്ങളെക്കുറിച്ചുള്ള ഒരു വലിയ വിശദീകരണമാണ്. കർത്താവിനെ അറിയാത്തവരും യേശുക്രിസ്തുവിനെ അറിഞ്ഞു എന്ന് പറയുന്നവരും ദുരുപദേശങ്ങൾ വ്യാപിച്ചുകൊണ്ട് ദൈവസഭകളെ തെറ്റിച്ചു കളയുവാൻ ശ്രമിക്കുന്നത് നിങ്ങൾ നിസ്സാരമായി കാണരുത്. നിങ്ങളുടെ വിശ്വാസത്തിൽ നിന്ന് വീണു പോകാൻ ദൈവം നിങ്ങളെ വിളിച്ച ദൈവകൃപയിൽ നിന്ന് വീഴ്ത്തിക്കളയുവാൻ ആളുകൾ ശ്രമിക്കും. ദുരുപദേശകന്മാർ വർദ്ധിക്കും. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയുവാൻ ഒരു മുന്നറിയിപ്പായി 2-ാമത്തെ അധ്യായത്തിൽ പത്രോസ് അപ്പോസ്തലൻ ശ്രമിക്കുകയാണ്. 2-ാം അധ്യായം നിങ്ങൾ സമയം കിട്ടുമ്പോൾ വിശദമായി ഒന്ന് വായിക്കണം. 1-2 പ്രാവശ്യം വായിക്കണം. വായിക്കുമ്പോൾ അതിൻ്റെ വിശദീകരണങ്ങളൊക്കെ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. സത്യം പറഞ്ഞാൽ 2-ാം അധ്യായത്തിൽ വളരെ വിശദമായി പത്രോസ് അപ്പോസ്തലൻ ഈ ദുരുപദേശകന്മാരുടെ രീതികളെ, സ്വഭാവങ്ങളെ കുറിച്ചൊക്കെ വിശദീകരിച്ച് നൽകുന്നുണ്ട്. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ 2 കാര്യങ്ങൾ പറഞ്ഞിട്ട്, അതായത് 1-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു, 2-ാം അധ്യായത്തിൽ ദുരുപദേശത്തെ കുറിച്ച് പറഞ്ഞു, 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു സമ്മറി എന്ന വിധത്തിൽ, ഒരു കൺക്ലൂഷൻ എന്ന നിലയ്ക്ക് നിങ്ങൾ കാത്തിരിക്കേണ്ടത് കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടിയാണ് എന്ന് ഈ ദൈവത്തിൻ്റെ ദാസൻ അവരെ പ്രബോധിപ്പിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇതുവരെയുള്ള ശാസ്ത്രങ്ങളൊന്നും, നിങ്ങൾ ഓർക്കണം, 2000 വർഷങ്ങൾക്ക് മുമ്പ് ശാസ്ത്രലോകം അഭിവൃദ്ധിപ്പെടാതിരുന്ന, ഇതുപോലെ ടെക്നോളജിക്കൽ നോളജുകളൊന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ കർത്താവിൻ്റെ ദാസനായ പത്രോസ് ആത്മവിവശനായി പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ അന്ത്യകാലത്ത് സംഭവിക്കുവാൻ പോകുന്ന മഹനീയമായ സംഭവങ്ങളുടെ ഒരു ചെറു വിശദീകരണം വളരെ തന്മയത്തോടുകൂടി അവതരിപ്പിക്കുന്നത് 3-ാം അധ്യായത്തിൽ നാം ശ്രദ്ധിക്കുന്നുണ്ട്. മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും,
ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകും എന്നൊക്കെ പറഞ്ഞ് വളരെ തന്മയത്തോടുകൂടി ശാസ്ത്രത്തിന്റെ ഒരു അറിവ് പോലും ഇല്ലാതിരുന്ന ഒരു മുക്കുവനായ പത്രോസ് പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിൽ എഴുതി വെക്കുന്ന അതിശ്രേഷ്ഠമായ ഒരു അധ്യായമാണ് 3-ാമത്തെ അധ്യായം. ആ അധ്യായം എഴുതുമ്പോൾ, 3-ാമത്തെ അധ്യായം എഴുതുമ്പോൾ അവിടുത്തെ ഒരു പ്രധാന പ്രശ്നം നിങ്ങൾ ശ്രദ്ധിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം 2-3 കാര്യങ്ങളാണ് പത്രോസ് അവിടെ ആദ്യമായി പങ്കുവയ്ക്കുവാൻ ആരംഭിക്കുന്നത്. ഒന്ന്, അവിടെയുള്ള ഏറ്റവും വലിയ പ്രശ്നം, ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? ശ്രദ്ധിക്കണം, ആ കാലഘട്ടത്തിൽ ദുരുപദേശകന്മാർ, ആ കാലഘട്ടത്തിലെ സാധാരണക്കാരായ ആളുകൾ, അവർ എല്ലായ്പ്പോഴും ചോദിച്ച ഒരു ചോദ്യമുണ്ട്, യേശുക്രിസ്തു മടങ്ങി വരുമോ? ആ ചോദ്യം എപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ഇന്നും ജനങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, യേശുക്രിസ്തു മടങ്ങി വരുമോ? യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവ് എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല? പണ്ട് ഭൂമി ഉണ്ടായിരുന്നത് പോലെ അല്ലേ ഇന്ന് നിൽക്കുന്നത്? ഒരു മാറ്റവുമില്ലല്ലോ. കഴിഞ്ഞ ദീർഘവർഷങ്ങളായി നിങ്ങൾ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന, നിങ്ങൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ വരവ് എന്തുകൊണ്ട് സംഭവിക്കുന്നില്ലെന്ന് ആളുകൾ ആവർത്തിച്ചു ചോദിക്കുന്ന ചോദ്യത്തിന് മുമ്പിൽ പത്രോസിന്റെ ശ്രോതാക്കളായ ദൈവമക്കൾ അവർ വല്ലാതെ പരിഭ്രമിക്കുകയാണ്, ഭയപ്പെടുകയാണ്. എന്തു മറുപടി കൊടുക്കണമെന്ന് അറിയില്ല. നിന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ എന്ന് ചോദിക്കുന്ന ആളുകൾ, അവരെ വിശദീകരിക്കുന്നത് ശ്രദ്ധിക്കണം. അവർ പരിഹാസികളാണ്. സ്കോഫേഴ്സ് എന്ന വാക്കാണ് ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ദേ ആർ ദ സ്കോഫേഴ്സ്. പരിഹാസികൾ ഉണ്ടാകും. കർത്താവിന്റെ വരവ് എന്തുകൊണ്ട് താമസിക്കുന്നു, പണ്ടത്തെ പോലെ അല്ലേ ഇന്ന് ലോകം ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരിഹാസികൾ ഉണ്ടാകും എന്ന് പറയുമ്പോൾ, ഒരു കൂട്ടം ആളുകൾ പരിഹാസികളായി ദൈവസഭയെ അപമാനിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം, ഒരു സമയം. 3-ാമത്തെ കാര്യം, പക്ഷെ പത്രോസ് ഇതൊക്കെ കേട്ടിട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. പത്രോസ് പറഞ്ഞു, എൻ്റെ കർത്താവ് മടങ്ങി വരും. പരിഹാസികൾ എന്തു പറഞ്ഞാലും, ഇതുവരെ ഈ 2000-ൽ പരം വർഷം, നമ്മളെ സംബന്ധിച്ച് 2000-ൽ പരം വർഷമായി ആവർത്തിച്ച് വിശുദ്ധന്മാരുടെ സന്ദേശത്തിലെല്ലാം യേശുക്രിസ്തു മടങ്ങി വരുമെന്ന് പറഞ്ഞിട്ടും ഇന്നും കർത്താവിന്റെ കാഹളധ്വനി നമ്മൾ കേട്ടില്ലെങ്കിലും ഞാൻ വീണ്ടും ആവർത്തിച്ച് വിളിച്ചു പറയുകയാണ്, ഈ ദിവസങ്ങളിലൊന്നിൽ എൻ്റെ കർത്താവ് മടങ്ങി വരും. ആയാറിന്റെ തീരത്ത് തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ എൻ്റെ കർത്താവ് ദൂതന്മാരുമായി മടങ്ങി വരുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ കർത്താവ് മടങ്ങി വരും പ്രിയരെ. അപ്പോൾ കർത്താവിൻ്റെ മടങ്ങി വരവിനെ കുറിച്ച് പത്രോസ് 1-2 വാചകങ്ങളെ എഴുതിയുള്ളൂവെങ്കിലും ഒരു മടിയും കൂടാതെ, ഒരു സംശയവും കൂടാതെ, ഒരു ഭയവും കൂടാതെ ആ ജനത്തോട് എഴുതി അറിയിക്കുകയാണ്, ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് മടങ്ങി വരുവാൻ താമസിക്കുന്നില്ല. അതേ എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് മടങ്ങി വരാൻ താമസിക്കുന്നില്ല. എൻ്റെ യേശു മടങ്ങി വരുമെന്ന് പത്രോസ് ആവർത്തിച്ച് അവരോട് പറയുകയാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നിട്ട് പത്രോസ് പറഞ്ഞ ഒരു കാര്യം, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. എന്നിട്ട് പത്രോസ് പറഞ്ഞ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ കാത്തിരിക്കുന്നത് പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കും വേണ്ടിയാണ്. എന്ന് വെച്ചാൽ ഈ കാണുന്നതെല്ലാം കത്തിയഴിയും, ഈ കാണുന്നതെല്ലാം വെന്തുപോകും. ഇത് മുഴുവൻ തീക്ക് ഇരയായിത്തീരും. നോഹയുടെ കാലത്ത് ജലപ്രളയം വന്ന് സകലത്തെയും നശിപ്പിച്ച് കളഞ്ഞതുപോലെ ഇനി ജലപ്രളയത്താൽ അല്ല, മഹാതീയാൽ ഈ കാണുന്നത് മുഴുവൻ കത്തിയഴിയും. വീടുകൾ കത്തിയഴിയും, വലിയ ഗോപുരങ്ങൾ കത്തിയഴിയും, വലിയ മാർക്കറ്റുകൾ കത്തിയഴിയും. ഈ ഭൂമി തീക്ക് വേണ്ടി ശേഷിപ്പിച്ചിരിക്കുകയാണ്. ഇത് മുഴുവൻ കത്തിയഴിയും. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ഇത് മുഴുവൻ കത്തിയഴിയുന്നതിന് മുന്നമേ കർത്താവിൻ്റെ കാഹളം മുഴങ്ങും. അവൻ്റെ സഭ തേജസ്സോടെ എൻ്റെ കർത്താവിനെ എതിരേൽക്കുവാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. അപ്പോൾ നമ്മൾ കാത്തിരിക്കുന്നത് ഒരു പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കും വേണ്ടിയാണ്. ഞാൻ എൻ്റെ സഹോദരങ്ങളോട് ചോദിക്കട്ടെ, അകത്ത് പ്രത്യാശയുണ്ടോ? ഇന്ന് രാവിലെ ഞാൻ കാത്തിരിക്കുന്നത് പുതിയ ആകാശത്തിന് വേണ്ടിയാണ്, ഒരു പുതിയ ഭൂമിക്ക് വേണ്ടിയാണ്. ഈ കാണുന്ന ശാപങ്ങളില്ലാത്ത, രോഗങ്ങളില്ലാത്ത, രോഗാണുക്കളില്ലാത്ത, ഇവിടുത്തെ വേദനകളില്ലാത്ത, കഷ്ടതകളില്ലാത്ത
അനീതി നിറഞ്ഞ സർക്കാരുകളില്ലാത്ത, രാഷ്ട്രീയ വൈരാഗ്യങ്ങളില്ലാത്ത, പൊളിറ്റിക്കൽ ഫൈറ്റുകളില്ലാത്ത, ബോർഡർ കൺട്രോളുകളില്ലാത്ത ഒരു നല്ല ഭൂമിക്ക് വേണ്ടി, നമ്മുടെ കർത്താവ് ഭരണം നടത്തുന്ന ഒരു നല്ല ഭൂമിക്ക് വേണ്ടി, ഒരു നല്ല ആകാശത്തിന് വേണ്ടി കാത്തിരിക്കുന്ന വിശുദ്ധന്മാരാണ് ഇന്ന് രാവിലെ എന്നെ ശ്രദ്ധിക്കുന്നത് എന്നെനിക്കറിയാം. നാം ആവേശത്തോടെ വിളിച്ചു പറയണം, എൻ്റെ യേശു മടങ്ങി വരും. എനിക്ക് അതൊക്കെ ശാസ്ത്രീയമായി കത്തി എഴിയുന്നതിനെ കുറിച്ചൊക്കെ കൂടുതലായി പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ സമയപരിധി കൊണ്ട് ഞാൻ അവിടേക്ക് പോകുന്നില്ല. പക്ഷെ ഒന്നോർക്കണം, ഈ കാണുന്നതെല്ലാം കത്തിയഴിയും. ഈ കാണുന്നത് മുഴുവൻ കത്തിയഴിയും. നിങ്ങൾ ഈ ഭൂമിയിൽ, പ്രപഞ്ചത്തിൽ കാണുന്നത് മുഴുവൻ കത്തിയഴിയും. ഞാൻ ഇതിനു മുമ്പ് പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുള്ളതാണ്. പല വീടുകളിലും ചെല്ലുമ്പോൾ നമ്മുടെയൊക്കെ ഡൈനിങ് ടേബിളിനോട് ചേർത്ത് വെച്ചിരിക്കുന്ന മനോഹരമായ പാത്രങ്ങൾ വെച്ചിരിക്കുന്ന ചൈന ക്യാബിനുകളുണ്ട്. അതിൽ വെച്ചിരിക്കുന്ന പാത്രങ്ങളിൽ ഒരിക്കൽ പോലും ആഹാരം കഴിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വരുന്നവർക്ക് കാണാൻ വേണ്ടി ഒരു ഷോക്കേസായിട്ട് വെച്ചിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതും കത്തി തീരുവാനുള്ളതാണ്. ഇത് മുഴുവൻ തകർന്ന് തരിപ്പണം ആകുവാനുള്ളതാണ്. കാശ് കൊടുത്ത് വാങ്ങിച്ചതല്ലേ. ഒരിക്കലെങ്കിലും അതെടുത്ത് അതിനകത്ത് ഒരു ലഞ്ച് കഴിച്ചിട്ട് ഇനി കത്തുകയാണെങ്കിൽ കത്തട്ടെ എന്ന് വെക്കുക. ചിലർ ഭവനങ്ങൾ വാങ്ങിയാൽ കോടികൾ കൊടുത്ത് മോടി പിടിപ്പിക്കും. എൻ്റെ പ്രിയരെ, അതും കത്തിയഴിയുവാനുള്ളതാണ്. എന്തിനാണ് ഈ അടക്കി പിടിച്ചുകൊണ്ട് നമ്മളൊക്കെ ഇരിക്കുന്നത്? കർത്താവിന് കൊടുക്കാനുള്ളത് കർത്താവിന് കൊടുക്കണം. ദൈവരാജ്യത്തിന് കൊടുക്കാനുള്ളത് ദൈവരാജ്യത്തിന് കൊടുക്കണം. ഇവിടെ നിന്ന് നമ്മളൊന്നും കൊണ്ടുപോകാൻ പോകുന്നില്ല. ഒരു തീ കത്താൻ ആരംഭിച്ചാൽ അതിനെ കെടുത്താൻ കഴിയുന്നവൻ ആരുമില്ല. ഇന്ന് രാവിലെ ദൈവമക്കൾ തിരിച്ചറിയണം. എൻ്റെ കർത്താവ് മടങ്ങി വരുന്ന ഒരു മഹാദിനമുണ്ട്. അതിനുവേണ്ടി കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ, ഭൂമി അത് മുഴുവൻ വെന്തുപോകും. അതിലെ പണികൾ പോകും, സകലതും വെന്തുപോകും. നമ്മുടെ പ്രത്യാശ അതെന്താണെന്നറിയാമോ? ഒരു പുതിയ ആകാശം, ഒരു പുതിയ ഭൂമി. അവിടെ നൃപന്മാരായി വാഴും എന്നൊക്കെയാണ് പാട്ടുകാരുടെ വാക്ക്. നൃപന്മാരായി വാഴും. എന്താ ഈ നൃപന്മാരായി വാഴുമെന്ന് പറഞ്ഞാൽ? രാജാക്കന്മാരായി വാഴുമെന്ന്. നമ്മളൊക്കെ രാജാക്കന്മാരായി വാഴുമെന്ന് അത് കേൾക്കുമ്പോൾ നമ്മൾക്കൊക്കെ പരിഹാസം തോന്നാറുണ്ടോ? ഞാനൊരു രാജാവാണ് എന്ന് പറയുമ്പോൾ, ഞാനൊരു രാജാവായി വാഴുമെന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ എന്തോ പരിഹാസമായി തോന്നുന്നുണ്ടോ? അങ്ങനെയാണ് തിരുവെഴുത്ത് പറയുന്നത്. നിങ്ങൾ അവനോട് കൂടെ വാഴും എന്നൊക്കെയാണ്. സ്തോത്രം. നിങ്ങൾ അവനോട് കൂടെ വാഴും. എൻ്റെ ഗുരുനാഥനോട് ചേർന്ന് നമ്മൾ വാഴും എന്ന് പറഞ്ഞാൽ അതൊരു നിസ്സാര കാര്യമല്ല. സാധാരണക്കാരാണ് നമ്മളെല്ലാവരും. ഒന്നിൽ കർഷക കുടുംബത്തിൽ ജനിച്ചവർ, സാധു കുടുംബത്തിൽ ജനിച്ചവർ, രാജകീയ കുടുംബത്തിൽ ജനിച്ചവരൊന്നുമല്ല. കർഷക കുടുംബത്തിൽ ജനിച്ചവരാണ് നമ്മൾ. പക്ഷെ നമ്മൾ കർത്താവിനെ അറിഞ്ഞപ്പോൾ നമ്മുടെ സ്റ്റാറ്റസ് മാറി. നമ്മൾ കർത്താവിനെ അറിഞ്ഞപ്പോൾ നമ്മളുടെ സ്റ്റാറ്റസ് മാറി, നമ്മളുടെ മേലുള്ള മേലെഴുത്ത് മാറി. നമ്മൾ ഒരിക്കൽ രാജാവിനോട് കൂടെ, അതെ രാജാതി രാജാവിനോട് കൂടെ ലോകത്തിൽ നൃപന്മാരായി വാഴുന്ന ഒരു ദിവസം നമ്മുടെ മുമ്പിലുണ്ടെന്നറിയണം. നിങ്ങൾ നിങ്ങളെ തന്നെ ചെറുതായി കാണല്ലേ. നിങ്ങളെ ചെറുതായിട്ടല്ല കാണേണ്ടത്. ഒരു ഭരണാധിപനായി എൻ്റെ ദൈവം എന്നെ നിയമിക്കുന്ന ഒരു മനോഹര ദിവസമുണ്ട്. ഞാൻ അവനോട് കൂടെ വാഴും എന്നാണ് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. എത്ര ദൈവമക്കൾക്ക് പ്രത്യാശയുണ്ട്, എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്. ഞാൻ മുന്നോട്ട് പോകട്ടെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. കർത്താവിൻ്റെ മടങ്ങി വരവ്, പുതിയ ആകാശം, പുതിയ ഭൂമി, ഇതൊക്കെ നമ്മൾ കാത്തിരിക്കുന്നത് കൊണ്ട് ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം. 14-ാം വാക്യത്തിൽ കർത്താവിൻ്റെ ദാസൻ ആരംഭിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ. അപ്പോൾ ഇതൊരു മുന്നറിയിപ്പാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആകാശം പുതിയതാകും, ഭൂമി പുതിയതാകും, അതൊക്കെ ശരിയാണ്. പക്ഷെ അതുകൊണ്ട് നിങ്ങൾ എന്നാ ചെയ്യണം? സത്യം പറഞ്ഞാൽ ആ ഒരു കാര്യമാണ് ഏറ്റവും ഗൗരവം. അവിടെ ചെന്നാൽ നല്ലതാണ്, അവിടെ ചെല്ലാൻ പറ്റിയാൽ അത് അനുഗ്രഹമാണ്.
പക്ഷെ അവിടെ ചെല്ലണ്ടേ? അവിടെ ചെല്ലണം എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് പ്രിയമുള്ളവരെ, അതാണ് വിഷയം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കാഹളം ധ്വനിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ത് എന്ന് പറയാനാണ് പത്രോസ് ശ്രമിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഭയങ്കരമായ കൺസേൺ നമ്മുടെ കർത്താവിനും തൻ്റെ ജനത്തെക്കുറിച്ചുണ്ടായിരുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 35 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം, വായിക്കണ്ട, ശ്രദ്ധിക്കണം. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 35 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ. യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്. യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവിനെ കുറിച്ച് കർത്താവ് പറയുന്ന സന്ദേശം ഗ്രഹിക്കുന്ന, കേൾക്കുന്ന, ദൈവരാജ്യത്തെക്കുറിച്ച് അറിവുള്ള ദൈവജനത്തോട് കർത്താവ് പറയുകയാണ്, നിങ്ങളൊരു കാര്യം ചെയ്തു കൊള്ളണം. എപ്പോഴും നിങ്ങളുടെ അര കെട്ടിയും വിളക്ക് കത്തിയും കൊണ്ട് ഇരിക്കട്ടെ. യജമാനൻ കല്യാണത്തിന് പോയി വന്ന് മുട്ടിയാൽ ഉടനെ വാതിൽ തുറന്നു കൊടുക്കേണ്ടതിന്, അപ്പോൾ അവൻ എപ്പോൾ മടങ്ങി വരുമെന്ന് കാത്തു നിൽക്കുന്ന ആളുകളോട് നിങ്ങൾ തുല്യരായിരിപ്പീൻ. യജമാനൻ വരുന്നേരം ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ദാസന്മാർ ഭാഗ്യവാന്മാർ. അവൻ അരകെട്ടി അവരെ ഭക്ഷണത്തിനിരുത്തുകയും വന്നവർക്ക് ശുശ്രൂഷ ചെയ്യുകയും ചെയ്യും എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു. അവൻ 2-ാമത്തേതിൽ വന്നാലും 3-ാമത്തേതിൽ വന്നാലും അങ്ങനെ കണ്ടു എങ്കിൽ അവർ ഭാഗ്യവാന്മാർ. കള്ളൻ ഇന്ന നാഴികയ്ക്ക് വരുന്നു എന്ന് വീട്ടുടയവൻ അറിഞ്ഞിരുന്നു എങ്കിൽ അവൻ ഉണർന്നിരുന്ന് തൻ്റെ വീട് തുരപ്പാൻ സമ്മതിക്കുകയില്ല എന്നറിയുകയും. ശ്രദ്ധിക്കണം, നനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട്. ഇന്ന് രാവിലെ എന്നോടും നിങ്ങളോടുമുള്ള ദൈവത്തിൻ്റെ അരുളപ്പാടാണ്, നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ. നമ്മുടെ അര കെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കണം. മനുഷ്യപുത്രൻ നനയാത്ത നാഴികയിൽ വരുന്നത് കൊണ്ട് എന്നോടും നിങ്ങളോടുമുള്ള അരുളപ്പാടാണ്, ഉണർന്നിരിപ്പീൻ, ഒരുങ്ങിയിരിപ്പീൻ. നമ്മളുടെ അര കെട്ടിയും വിളക്ക് കത്തിയും കൊണ്ട് ഇരിക്കണം. മനുഷ്യപുത്രൻ എപ്പോഴാണ് വരുന്നതെന്ന് ആർക്കും പറയാൻ പറ്റില്ല. 2-ാം യാമത്തിലോ 3-ാം യാമത്തിലോ 4-ാം യാമത്തിലോ, we don't know, but one thing we know, he will come back, he will return. നമ്മുടെ യേശു മടങ്ങി വരും. അവൻ മടങ്ങി വരും, ഒരു സംശയവും വേണ്ട. പക്ഷേ നമ്മുടെ ഉത്തരവാദിത്വം ഒരുങ്ങിയിരിക്കണം. എപ്പോൾ വന്നാലും പോകാൻ നമ്മൾ റെഡി ആയിരിക്കണം. അതുകൊണ്ട് ഇതിനകത്തിരിക്കുമ്പോൾ, ഇത് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉറപ്പുവരുത്തിക്കൊള്ളണം, കർത്താവിൻ്റെ മടങ്ങി വരവിൻ്റെ കാഹള ശബ്ദം മുഴങ്ങുമ്പോൾ മുകളിലേക്ക് പൊങ്ങാൻ തടസ്സമായിട്ട് ഒന്നും എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഈ മീറ്റിംഗ് കഴിയുമ്പോൾ, ഈ ആരാധന കഴിഞ്ഞിറങ്ങുമ്പോൾ ഉണ്ടാകാൻ പാടില്ലെന്ന്. ഈ കണ്ട കഷ്ടപ്പാടും അപമാനവും വേദനയും ബുദ്ധിമുട്ടും ഒക്കെ അനുഭവിച്ച് യേശുവിനെ സ്നേഹിച്ച് കാഹളം ധ്വനിക്കുമ്പോൾ പോകാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്നാ കാര്യമുള്ളത്? ഈ കണ്ട ഓട്ടം മുഴുവൻ ഓടി, ഈ കണ്ട കാശ് മുഴുവൻ മുടക്കി, ഈ കണ്ട അധ്വാനം മുഴുവൻ കഴിഞ്ഞിട്ട് കർത്താവിൻ്റെ വരവിങ്കൽ പോകാൻ പറ്റിയില്ലെങ്കിൽ നമ്മെപ്പോലെ ഹതഭാഗ്യർ ഈ ലോകത്തിൽ വേറെ ആരും ഉണ്ടാവില്ല പ്രിയരേ. പക്ഷെ ഇന്ന് രാവിലെ എൻ്റെ ഹൃദയത്തിൻ്റെ ആത്മാർത്ഥമായ ആഗ്രഹം, എന്നെ ശ്രവിക്കുന്ന ഒരാൾ പോലും, ഈ മെസ്സേജ് കേൾക്കുന്ന ഒരാൾ പോലും കർത്താവിൻ്റെ കാഹളം ധ്വനിക്കുമ്പോൾ കൈവിട്ടു പോകുവാൻ ഒരിക്കലും ഇടയാകരുത്. അവൻ 2-ാം യാമത്തിൽ വന്നാലും അവൻ 3-ാം യാമത്തിൽ വന്നാലും എൻ്റെ കർത്താവിന് വേണ്ടി വാതിൽ തുറന്നു കൊടുക്കാൻ ഒരുങ്ങിയിരിക്കുന്ന ദാസനെ പോലെ ഞാനും നിങ്ങളും ഒരുങ്ങിയിരിക്കണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ബുദ്ധി ഉപദേശിക്കുകയാണ്. യേശു മടങ്ങി വരുമ്പോൾ അവന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ഒരു കൂട്ടം ദൈവമക്കളായി തീരുവാൻ കർത്താവ് നമുക്ക് ഭാഗ്യം തരണം. യേശു കർത്താവ് പറഞ്ഞ മനോഹരമായ ഉപമ നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. 10 കന്യകമാരുടെ ഉപമയാണ്. 5 പേർ ബുദ്ധിയുള്ളവർ, 5 പേർ ബുദ്ധിയില്ലാത്തവർ. 5 കന്യകമാരുടെ പ്രത്യേകത, അവരുടെ കയ്യിൽ വിളക്കുണ്ടായിരുന്നു, അവരുടെ വിളക്കിൽ എണ്ണയുണ്ടായിരുന്നു. എല്ലാം ശരിയാണ്. ബുദ്ധിയില്ലാത്തവരുടെ കയ്യിലും അവരുടെ കയ്യിൽ വിളക്കുണ്ട്, അവരുടെ കയ്യിൽ എണ്ണയുണ്ട്. പക്ഷെ എന്താ സംഭവിച്ചതെന്നറിയാമോ? അർദ്ധരാത്രിയിൽ ആർപ്പുവിളിയുണ്ടായി.
ആർപ്പുവിളി ഉണ്ടായപ്പോൾ, മണവാളൻ വരുന്നു എന്ന ആർപ്പുവിളി ഉണ്ടായപ്പോൾ എല്ലാവരും മയക്കം പിടിച്ചുറങ്ങിക്കിടക്കുകയാണ്. എല്ലാവരും മയക്കം പിടിച്ചുറങ്ങിക്കിടക്കുമ്പോൾ ആർപ്പുവിളി കേട്ട് എല്ലാവരും ചാടി എഴുന്നേറ്റു. ബുദ്ധിയുള്ളവരുടെ കയ്യിൽ കത്തിക്കൊണ്ടിരുന്ന വിളക്ക് മാത്രമല്ല, അവരുടെ കയ്യിൽ എക്സ്ട്രാ എണ്ണയുണ്ടായിരുന്നു. അവരുടെ വിളക്ക് കെട്ടുപോയില്ല. മണവാളൻ വരുന്നു എന്ന ആർപ്പുവിളി ഉണ്ടായപ്പോൾ അവർ ചാടി എഴുന്നേറ്റു. അവരുടെ വിളക്കിൽ എണ്ണയൊഴിച്ചു, അവരുടെ വിളക്ക് കത്തിച്ചു. അവർ മണവാളനെ എതിരേൽപ്പാൻ ഒരുങ്ങി പുറപ്പെടുകയാണ്. പക്ഷെ മറ്റേ 5 പേർ ഓടി നടക്കുകയാണ്. ഒരുമിച്ച് കിടന്നുറങ്ങിയതാണ്, ഒരുമിച്ച് മണവാളിന് വേണ്ടി ഒരുങ്ങിയതാണ്, ഒരുമിച്ച് മണവാളിന് വേണ്ടി വിളക്ക് തെളിയിച്ച് കാത്തിരുന്നവരാണ്. പക്ഷെ മണവാളൻ അർദ്ധരാത്രിയിൽ വന്നപ്പോൾ ബുദ്ധിയില്ലാത്ത കന്യകമാരുടെ കയ്യിൽ അവരുടെ വിളക്കിൽ എണ്ണയുണ്ടായിരുന്നില്ല. അവരുടെ വിളക്കിൽ കരിന്തിരി കത്താൻ തുടങ്ങി, അത് കെട്ടുപോകുവാൻ തുടങ്ങി. അവർ ഓടിച്ചെന്ന് ബുദ്ധിയുള്ള കന്യകമാരോട് ചോദിച്ചു, ഞങ്ങൾക്കും കൂടി അല്പം എണ്ണ തരാമോ? ഞങ്ങളുടെ വിളക്ക് കെട്ടുപോകുന്നു. അവരുടെ മറുപടി, ഞങ്ങൾക്കും നിങ്ങൾക്കും ഇല്ല എന്ന് വരാതിരിക്കേണ്ടതിന് നിങ്ങൾ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങ്. നഷ്ടപ്പെട്ടു പോയില്ലേ പ്രിയരെ? കൈവിടപ്പെട്ടു പോയില്ലേ? എന്നാ പ്രയോജനമായി ഉണ്ടായത്? ഒരുങ്ങിയത് കൊണ്ട് എന്നാ പ്രയോജനമുണ്ടായി? വിളക്ക് കയ്യിൽ ഉണ്ടായിരുന്നത് കൊണ്ട് എന്തോ പ്രയോജനമുണ്ടായി? വിളക്ക് കത്തിച്ചത് കൊണ്ട് എന്ത് പ്രയോജനമുണ്ടായി? അവസാനത്തെ നാഴികയിൽ വിളക്ക് കത്തിക്കൊണ്ടിരിക്കാൻ, അവസാന നാഴിക വരെ വിളക്ക് കത്തിക്കൊണ്ടിരിക്കാൻ നമ്മെ കൊണ്ട് കഴിയുന്നുവെങ്കിൽ അവർ മാത്രമേ നിത്യതയിൽ ചേർക്കപ്പെടൂ എന്നല്ലേ തിരുവെഴുത്ത് പറയുന്നത്? യേശു മടങ്ങി വരുമ്പോൾ നിങ്ങളുടെ വിളക്കുകൾ കത്തിക്കൊണ്ടിരിക്കട്ടെ. അതുകൊണ്ടാണ് കർത്താവ് അങ്ങനെ പറഞ്ഞത്, നിങ്ങളുടെ അര കെട്ടിയും വിളക്ക് കത്തിയും കൊണ്ട് ഇരിക്കട്ടെ. എൻ്റെ വിശ്വാസം ഞാൻ പറയാം, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത പലരും സ്വർഗത്തിൽ കാണും. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച പലരും അവിടെ കാണുകയില്ല. അത് വളരെ ഭയപ്പെടുത്തുന്ന കാര്യമാണ്, പേടിക്കേണ്ട കാര്യമാണ്. നമ്മൾ പ്രതീക്ഷിച്ച് അവിടെ എത്തും എന്ന് പ്രതീക്ഷിച്ച പലരും അവിടെ കാണത്തില്ല. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കാത്ത പലരും അവിടെ കാണും. അതുപോലെ ആശ്ചര്യപ്പെടുന്ന ഒരു ദിവസം വേറെ ഉണ്ടാകില്ല. നമ്മൾ ചോദിക്കും, എടാ നീ എങ്ങനെ ഇതിനകത്ത് വന്ന് കയറിയത്? അപ്പോൾ വേറൊരാളെ നമ്മൾ നോക്കുകയാണ്, പക്ഷെ ആ ആളെ കാണാനില്ല, ആൾ കയറിയിട്ടില്ല, അവിടെ എത്തിയിട്ടില്ലെന്ന്. ഇവിടെ കാണിച്ച ഈ ഷോ മാത്രമേ ഉള്ളായിരുന്നു. പല ഷോകളും ഇവിടം കൊണ്ട് തീരുമെന്ന് നാം ഓർത്തുകൊള്ളണം. പല പെർഫോമൻസുകളും ഇവിടം കൊണ്ട് അവസാനിക്കും. എന്നാൽ അവിടെ എത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് പകൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരു ഷോയും കാണിച്ചില്ലെങ്കിലും വല്ല വിധേനയും അക്കരെ ചെന്നെത്തിയാൽ അതിനേക്കാൾ ഭാഗ്യം വേറെ ഒന്നുമില്ല. ഒരാളും നിങ്ങളെ അറിഞ്ഞില്ലെങ്കിലും സങ്കടപ്പെടേണ്ട. ഒരു മീഡിയയിലും നിങ്ങളുടെ പിക്ചർ വന്നില്ലെങ്കിലും ഭാരപ്പെടേണ്ട. ഒരാൾ പോലും നിങ്ങളെ വിളിച്ചില്ലെങ്കിലും നിങ്ങൾ സങ്കടപ്പെടേണ്ട. നിങ്ങളെ അറിയുന്ന ഒരുവനുണ്ടെങ്കിൽ, അവൻ്റെ പുസ്തകത്തിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ, ജീവന്റെ പുസ്തകത്തിൽ പേരുണ്ടെങ്കിൽ അത് മാത്രം മതി പ്രിയരെ. അതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് അറിഞ്ഞാൽ പോരെ? ദൈവത്തിന് സ്തോത്രം. യേശു നമ്മെ അറിഞ്ഞാൽ പോരെ? കർത്താവ് നമ്മളെ അറിയുന്നുണ്ടെങ്കിൽ പിന്നെ അതിനേക്കാൾ വലിയ കാര്യം എന്താ ഉള്ളത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ പ്രതീക്ഷിച്ച പലരും അവിടെ ചെല്ലില്ല, നമ്മൾ പ്രതീക്ഷിക്കാത്ത പലരും അവിടെ ചെല്ലും. ഇനി അതിലും രസകരമായ ഒരു കാര്യം പറയാം. ഈ കിരീടങ്ങളൊക്കെ ലിറ്ററലി ആണോ എന്ന് ചോദിച്ചാൽ വിശദീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഈ 5 കിരീടങ്ങളെക്കുറിച്ച് 7 കിരീടങ്ങളെക്കുറിച്ചൊക്കെ വാദിക്കുന്നവരുണ്ട്. നമ്മൾ വായിക്കുന്നുണ്ട്, വചനത്തിൽ പറയുന്നുണ്ട്. നീതിയുടെ കിരീടമുണ്ട്, വാടാത്ത കിരീടമുണ്ട്, ജീവന്റെ കിരീടമുണ്ട്, തേജസ്സിന്റെ കിരീടമുണ്ട്. അങ്ങനെ കിരീടങ്ങൾ പലതുണ്ട്. ഒന്നിന്റെ മുകളിൽ ഒന്ന് വെക്കുകയാണോ എന്ന് ചോദിച്ചാൽ വിശദീകരിക്കാൻ എനിക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, അവിടെ കിരീടങ്ങളുണ്ട്, ബഹുമാനമുണ്ട്, ഓണറിങ് ഡേ ഒക്കെയുണ്ട്. അതൊക്കെ ദൈവം ക്രമീകരിച്ചു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം അവിടെയുണ്ട്. കർത്താവിൻ്റെ സ്തോത്രം. നമ്മൾ ഇന്ന് വലിയ കിരീടം കിട്ടുമെന്ന് വിചാരിക്കുന്നവരൊക്കെ ഇങ്ങനെ മുട്ടാടി നിൽക്കുമ്പോൾ ഉണ്ടല്ലോ, ഒരുത്തനും വേണ്ടാത്തവരൊക്കെ ഈ 5 കിരീടം ഒന്നിനു മുകളിൽ ഒന്നായി വെക്കുന്ന ഒരു പരിപാടി ഉണ്ടെങ്കിൽ ഈ 5 എണ്ണമൊക്കെ മുകളിലോട്ട് വെച്ചുകൊണ്ട് വരുന്ന കാഴ്ച
ഒന്ന് കാണാൻ പറ്റുമോ? ആമേൻ. ആരും അറിയാതെ കർത്താവിന് വേണ്ടി കൊടുത്തത്, ആരും അറിയാതെ കർത്താവിൻ്റെ സന്നിധിയിൽ നിലവിളിച്ചത്, കരഞ്ഞത്, ആത്മാക്കൾക്ക് വേണ്ടി നെടുമ്പാട് വീണതും, മറ്റുള്ളവർക്ക് വേണ്ടി നീ കൈയഴിച്ച് നിന്റെ കരം നീട്ടിയതും ഒരു മനുഷ്യരും അറിയിക്കാതെ നീ ഞെരുങ്ങിയിട്ടാണെങ്കിലും കർത്താവിൻ്റെ വേലയ്ക്ക് സപ്പോർട്ട് ചെയ്തതുമൊക്കെ അറിയാൻ തക്കവണ്ണം ഈ ലോകത്തിൽ ആരുമില്ലെങ്കിലും എൻ്റെ കർത്താവിൻ്റെ പുസ്തകത്തിൽ, ഞാൻ അതിനെ ഇങ്ങനെ പറയാം, അവൻ്റെ ഓർമ്മയുടെ പുസ്തകത്തിൽ അവൻ ഇതൊക്കെ എഴുതി വച്ചിട്ടുണ്ട്. അന്ന് നിന്നെ മാനിക്കുന്ന ദിവസമായിരിക്കും. 1000 കോടാനുകോടി വിശുദ്ധന്മാരുടെ മധ്യത്തിൽ, കോടാനുകോടി ദൂതന്മാരുടെ മധ്യത്തിൽ നിന്റെ പേര് വിളിച്ച് നിന്നെ മാനിക്കുന്ന ദിവസം. കർത്താവിൻ്റെ സ്തോത്രം. അപ്പോൾ അന്നത്തെ ആ ബഹുമാനം പോലെ ഈ ലോകത്തിൽ ഒരു ആള് പോലും ബഹുമാനിക്കപ്പെടില്ല എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം. ദാറ്റ് ഡേ ഈസ് ഗോയിങ് ടു ബി എ വെരി സർപ്രൈസിങ് ഡേ. ഭയങ്കര ആശ്ചര്യജനകമായ ഒരു ദിവസമായിരിക്കും. നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. കർത്താവിന് സ്തോത്രം. അന്ന് കർത്താവ് നമ്മളെയൊക്കെ വിളിച്ച് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ ഒരു കാര്യമുണ്ട്, നിങ്ങൾ സ്വർഗത്തിൽ നിക്ഷേപം ശേഖരിക്കണം. പുഴുവും തുരുമ്പും കെടുന്ന ഈ ഭൂമിയിലല്ല, നിങ്ങളുടെ നിക്ഷേപം സ്വർഗത്തിൽ ശേഖരിക്കണം. ഇവിടെ ശേഖരിച്ചാൽ അത് പുഴുവരിക്കും, തുരുമ്പരിക്കും, ഏറ്റവും ഒടുവിൽ അതെല്ലാം കത്തിച്ചാമ്പലാകും. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ നിക്ഷേപം സ്വർഗത്തിൽ ശേഖരിക്കണം. എന്തെങ്കിലും നിങ്ങൾ കരുതി വെക്കുന്നുവെങ്കിൽ അത് സ്റ്റോക്ക് മാർക്കറ്റിലല്ല. എന്തെങ്കിലും നിങ്ങൾ ശേഖരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പെൻഷൻ പ്ലാനുകളിലല്ല. എന്തെങ്കിലും ശേഖരിക്കുന്നുണ്ടെങ്കിൽ അത് സോഷ്യൽ സെക്യൂരിറ്റിയിലുമല്ല. എന്തെങ്കിലും ശേഖരിക്കുന്നുണ്ടെങ്കിൽ അത് സ്വർഗത്തിൽ ശേഖരിക്കേ, അവിടെ ചെല്ലും. പെട്ടെന്ന് എല്ലാവരും അങ്ങ് അപ്സെറ്റ് ആയതുപോലെ തോന്നുന്നുണ്ടല്ലോ. കർത്താവിന് സ്തോത്രം. അങ്ങനെ നമ്മൾ വല്ലതും ശേഖരിക്കുന്നുണ്ടെങ്കിൽ സ്വർഗത്തിൽ ശേഖരിക്കണം. അപ്പോൾ അതാണ് ശേഖരണം. കർത്താവ് പറയുന്നത് നിക്ഷേപം ശേഖരിക്കുക. നിക്ഷേപം ഉള്ളിടത്ത് നിങ്ങളുടെ ഹൃദയം ഇരിക്കുമെന്നല്ലേ? നമ്മുടെ ഹൃദയം എവിടെയാണ് ഇരിക്കുന്നത്? നിക്ഷേപമുള്ളിടത്ത് ഹൃദയം ഇരിക്കും. വേർ യു വിൽ ഇൻവെസ്റ്റ്, there you will be your heart. മുകളിൽ നമ്മുടെ നിക്ഷേപം സ്വരൂപിച്ചാൽ നമ്മുടെ ചിന്ത മുഴുവൻ ഉയരങ്ങളിലായിരിക്കും. അതുകൊണ്ടാണ് കൊലോസ്യ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ എഴുതി വച്ചിരിക്കുന്നത്, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. നിങ്ങൾ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു എങ്കിൽ നിങ്ങൾ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. നിങ്ങളുടെ നിക്ഷേപം സ്വർഗത്തിലാണെങ്കിൽ നമ്മളുടെ ചിന്ത അതായിരിക്കും. നമുക്കവിടെ എത്തണം. അവിടെ എത്താനാണ് ഈ കഷ്ടപ്പാട് മുഴുവൻ നമ്മൾ കഴിക്കുന്നത്. നമ്മൾ ആരും മറ്റാരെയും കാണാൻ വേണ്ടി ഇവിടെ വന്നതല്ല, ഈ മീറ്റിങ്ങിൽ കയറിയതല്ല. കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുവാൻ വേണ്ടി വന്നതാണ്. കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പണയാഗമായി തീരുവാനാണ് നാം ഇന്ന് ഉപവസിക്കുന്നത്. ഈ ദിവസങ്ങളിൽ ഉപവാസത്തോടെ ആയിരിക്കുന്നത്. ദൈവം ചെയ്ത നന്മകൾക്ക് ദൈവത്തിന് നന്ദി പറയുവാൻ വേണ്ടിയാണ് നാം ഈ ദിവസങ്ങളിൽ ഉപവാസത്തോടെ ദൈവസന്നിധിയിലായിരിക്കുന്നത്. ഇന്ന് നിങ്ങൾ ഈ മീറ്റിങ്ങിൽ കടന്നു വന്നത് ആരെയും കാണാൻ വേണ്ടി വന്നവരല്ല, കർത്താവിനോടുള്ള ഭക്തിയും സ്നേഹവും ഉള്ളതുകൊണ്ട് ഇന്ന് ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി വന്നതാണ്. നാനാജാതിക്കാരും മതസ്ഥരുമായവർ, കർത്താവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട അവൻ്റെ വിശുദ്ധന്മാർ ഒന്നിച്ചുകൂടി തേജസ്സോടെ കർത്താവിനെ ആരാധിക്കുന്ന ആ മനോഹരമായ സുദിനത്തിൽ അവരോടൊരുമിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ കഴിയുന്ന ആ സന്ദർഭം എത്ര ആവേശമാണെന്നറിയാമോ? എത്ര ആനന്ദമാണെന്നറിയാമോ? ഈ ഭൂമിയിൽ ഇത്രയും സന്തോഷമുണ്ടെങ്കിൽ, ഈ ഭൂമിയിൽ ദൈവമക്കളുടെ ഇടയിൽ നാം ഇത്രയും സന്തോഷം കണ്ടെത്തുന്നുണ്ടെങ്കിൽ, സ്വർഗത്തിൽ എത്രയോ ആനന്ദമേ. പാട്ടുകാരൻ അങ്ങനെയാണ് പാടുന്നത്. സ്വർഗത്തിലെ ആനന്ദം അത് വർണ്ണിക്കാൻ കഴിയില്ല പ്രിയരെ. ഈ ഭൂമിയിലെ സന്തോഷമല്ല, സ്വർഗത്തിലെ സന്തോഷം. അതാകണം നമ്മുടെ ലക്ഷ്യം. ദൈവത്തിന് സ്തോത്രം. ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. യേശുക്രിസ്തു മടങ്ങി വരും. യേശുക്രിസ്തു മടങ്ങി വരും എൻ്റെ പ്രിയരെ. ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയം നമ്മുടെ ഉള്ളിൽ ജനിക്കണം. എല്ലാവരും പോയില്ല എങ്കിൽ പേടിപ്പെടുത്തുന്ന, ഭയപ്പെടുത്തുന്ന അവസ്ഥയല്ലേ അത്? നമുക്കൊക്കെ പോകാമെന്നുള്ള സന്തോഷത്തെക്കാൾ അധികം
പോകാതിരിക്കുമോ എന്നുള്ള പേടിയാണ് നമ്മുടെ ഹൃദയങ്ങളിൽ. ഈ പോകാതിരിക്കുമെന്നുള്ള പേടിയുടെ ആവശ്യമൊന്നും യഥാർത്ഥത്തിൽ നമുക്കില്ലല്ലോ. ഈ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചവരാണെങ്കിൽ, വിശുദ്ധ ജീവിതം നയിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ, കാഹളം ധ്വനിക്കുമ്പോൾ നീ പറക്കും എന്നതിന് ഒരു സംശയവും വേണ്ട. കാഹളം ധ്വനിക്കുമ്പോൾ അതെ, നീ പറക്കും. ഇന്ന് രാവിലെ ദൈവസഭ അതിനു വേണ്ടി ഒരുങ്ങണം. എൻ്റെ ആഗ്രഹവും ആവേശവും അതുതന്നെയാണ്. ദൈവസഭ കർത്താവിൻ്റെ മടങ്ങിവരവിന് വേണ്ടി ഒരുങ്ങണം. ഞാൻ എവിടെ ചെന്നാലും എന്തു പറയുന്നതിന് മുമ്പും ഞാനൊരു വാചകം കൂട്ടിച്ചേർക്കാറുണ്ട്: കർത്താവ് വന്നില്ലെങ്കിൽ. ഇനി ഇവിടെ എന്ത് അനുഗ്രഹത്തെക്കുറിച്ച് പറയാനാണ്? ഇവിടെയുള്ളത് വേണ്ടത് മുഴുവൻ ദൈവം നമുക്ക് തന്നില്ലേ? വീട് തന്നു, കാറ് തന്നു, ജോലി തന്നു, കുടുംബം തന്നു, നമുക്ക് വേണ്ടുന്ന നന്മകളെല്ലാം തന്നു. ഇനി എന്നാ അനുഗ്രഹത്തിന് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്? വേറെ ഒരു അനുഗ്രഹത്തിന് വേണ്ടിയും ഇവിടെ കാത്തിരിക്കുവാൻ ഇനി നമുക്കില്ല. നമ്മുടെ ഒരേ ഒരു ലക്ഷ്യം, ഒരേ ഒരു പ്രത്യാശ, നമ്മുടെ കർത്താവ് മടങ്ങി വരും. അവൻ മടങ്ങി വരുമ്പോൾ അവനോടൊരുമിച്ച് തേജസ്സിൽ എൻ്റെ കർത്താവിനെ എനിക്കെതിരേൽക്കണം. അതിനേക്കാൾ വലിയത് ഒന്നും നമ്മുടെ അകത്ത് ഉണ്ടാകരുത്. കർത്താവിൻ്റെ മടങ്ങി വരവ് അത് മാത്രമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഇന്ന് രാവിലെ ഞാൻ എൻ്റെ ദൈവത്തിന് നന്ദി പറയുകയാണ്. നമ്മുടെ പിതാക്കന്മാർ ഇത് കേൾക്കുന്നുണ്ട്, നമ്മുടെ മാതാപിതാക്കൾ ഇവിടെയുണ്ട്, നമ്മുടെ സഹോദരങ്ങൾ ഇവിടെയുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. നമ്മൾ ഒരുമിച്ച് കാഹളം ധ്വനിക്കുമ്പോൾ പ്രാക്കളെ പോലെ പറന്നുയരുന്ന ആ മനോഹരമായ ദിവസത്തെ ആത്മാവിൽ കണ്ട് ഈ പകൽ ദൈവത്തിന് സ്തോത്രം പറയണം. എൻ്റെ പ്രിയൻ മടങ്ങി വരും. അവനെ എതിരേൽക്കാൻ ഞാൻ എടുക്കപ്പെടും. അതാണ് എൻ്റെ ആവേശം. നമുക്കെല്ലാവർക്കും കൂടി ഒരു പാട്ടിൻ്റെ ചില വരികൾ പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തെ വിശുദ്ധിയോടെ ആരാധിക്കുവാൻ നമുക്ക് കഴിയണം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൽ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൽ താമസമേറെയില്ല. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങിയിടാം. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങിയിടാം. യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പം, പല വ്യാധികളാൽ ജനം നശിച്ചിടുന്നേ. യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പം, പല വ്യാധികളാൽ ജനം നശിച്ചിടുന്നേ. രാജ്യം രാജ്യങ്ങളോട് തുടങ്ങിയല്ലോ ഒരുങ്ങിയിടാം. രാജ്യം രാജ്യങ്ങളോട് തുടങ്ങിയല്ലോ ഒരുങ്ങിയിടാം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൽ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൽ താമസമേറെയില്ല. താരങ്ങൾ തുടങ്ങി കോട്ടിൽ വരെ ജനം കണ്ണൂരിൽ താഴ്വരയിൽ അല്ലയോ. കൊട്ടാരങ്ങൾ തുടങ്ങി കോട്ടിൽ വരെ ജനം കണ്ണൂരിൽ താഴ്വരയിൽ അല്ലയോ. ഒരു സ്വസ്ഥതയുള്ള മനുഷ്യർക്കിഹേ ഒരുങ്ങിയിടാം. ഒരു സ്വസ്ഥതയും എല്ലാ മനുഷ്യർക്കിഹേ ഒരുങ്ങിയിടാം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൽ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൽ താമസമേറെയില്ല.
പതിനായിരം പേരിൽ സുന്ദരൻ താൻ മേഘാരൂഢനായി വന്നിടുമേ. പതിനായിരം പേരിൽ സുന്ദരൻ താൻ തന്റെ കോമേളരൂപം കണ്ടാനന്ദിപ്പാൻ ഒരുങ്ങിയിടാം. തന്റെ കോമേളരൂപം കണ്ടാനന്ദിപ്പാൻ ഒരുങ്ങിയിടാം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവാതിൻ താമസം ഏറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവാതിൻ താമസം ഏറെയില്ല. ഞങ്ങളുടെ പ്രിയ കർത്താവേ, അങ്ങയുടെ മടങ്ങി വരവേണ്ട കാലൊച്ചകളൊക്കെ ഞങ്ങൾ കേൾക്കുന്നു. ഞങ്ങൾ ആരും കൈവിട്ടു പോകുവാൻ ഒരിക്കലും ഇടയാകാതെ പ്രത്യാശയോടും വിശുദ്ധിയോടും നിർമ്മലതയോടും കൂടെ ഞങ്ങളുടെ കർത്താവിനെ സേവിപ്പാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ഞങ്ങളെ അതിനായിട്ട് ദൈവസഭയായി സമർപ്പിക്കുന്നു. അവിടുത്തെ പുണ്യാഹരക്തത്താൽ ഞങ്ങളെ വീണ്ടും കഴുകണമേ. അങ്ങയുടെ പിൻപിൽ യാത്ര ചെയ്യുവാൻ, അങ്ങയുടെ പിന്നാലെ അങ്ങയുടെ കാലടികളെ പിന്തുടർന്നുകൊണ്ട് അങ്ങയുടെ വചനത്തിന് വിധേയപ്പെട്ട് യാത്ര ചെയ്യുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും കൃപ തരണമേ. മഹത്വം മുഴുവനും കർത്താവിന്, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. സ്തോത്ര കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ രാത്രിക്ക ഇന്ന് പകൽക്കാലം ഈ പ്രഭാതവേളയിൽ ഉപവാസ പ്രാർത്ഥനകളും എന്നുള്ള പ്രാരംഭ സെഷനിൽ തന്നെ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനം കർത്താവിൻ്റെ ദാസിലൂടെ നമ്മെ കേൾപ്പിച്ചല്ലോ. അത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കർത്താവിൻ്റെ വരവേറ്റവും അടുത്തിരിക്കുന്ന ഒരു കാലയളവിൽ ഹല്ലേലൂയ ദിവസങ്ങളിൽ ഇപ്രകാരമുള്ള സന്ദേശങ്ങൾ വളരെ വിരളമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കർത്താവിൻ്റെ ദാസനെ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമ്മുടെ മധ്യേ ശക്തമായി ഉപയോഗിച്ചത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നാം എന്തു തന്നെ ഈ ലോകത്തിൽ നേടിയാലും കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങിയില്ലെങ്കിൽ നമ്മുടെ ജീവിതം വ്യർത്ഥമാണെന്നുള്ള ദൈവിക സന്ദേശം ഹല്ലേലൂയ കർത്താവ് ദീർഘക്ഷമ കാണിക്കുമ്പോൾ ഹല്ലേലൂയ അതനുസരിച്ച് ദൈവസന്നിധാനത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കുവാൻ, ആ വരവിനെ നോക്കി പാർത്തതിനായി ഒരുങ്ങുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്ന് വൈകിട്ടും നാളെയും ഞായറാഴ്ച വരെയുള്ള നമ്മുടെ ഉപവാസ പ്രാർത്ഥനകളുടെ സെഷൻസിനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് ദാസിനെ ശക്തമായി നമ്മുടെ മധ്യ വീണ്ടും ഉപയോഗിക്കേണ്ടതിനായി പ്രതികാൽ താൻ ഈ ദിവസങ്ങളിൽ ആയിരിക്കുന്ന പ്രത്യേകമായ ഉദ്ദേശങ്ങളൊക്കെ കർത്താവ് നിവർത്തിയിരിക്കാൻ, അത് അനുഗ്രഹമായി തീരുവാനും കർത്താവ് ഇടയാക്കേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ ശുശ്രൂഷകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ സ്തോത്രം. നമ്മളെല്ലാവരും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ ജോയിച്ചാൻ അവസാനമായി പ്രാർത്ഥിക്കും. സ്തോത്രം. നമുക്ക് ഒരുമിച്ച് ദിവസങ്ങളിൽ വീണ്ടും പ്രാർത്ഥിക്കാമല്ലോ. ഹല്ലേലൂയ സ്തോത്രം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ കർത്താവേ, അടിയങ്ങളെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, മഹത്വപ്പെടുന്ന കർത്താവേ. ഈ ഉപവാസ പ്രാർത്ഥനയുടെ ആദ്യത്തെ സെക്ഷനിൽ അടിയങ്ങളായിരിക്കാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. അവയെ ഞങ്ങൾ സഭയായി തിരുസന്നിലായിരിക്കുന്നു. ചുരുക്കം പേരായി ഞങ്ങളങ്ങെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്ന കർത്താവെ. അടിയങ്ങളോട് മനസ്സലിഞ്ഞ് ദൈവം ഇത്രത്തോളം നിമിഷം തോറും ഞങ്ങളെ നടത്തുന്ന ദൈവകൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ പാട്ട പ്രാർത്ഥനകളൊക്കെ ദൈവം സുഗ്രാഹ്യമായി മണത്തല്ലോ. കടന്നു വന്ന ഓരോരുത്തരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ സ്തോത്രം. ഇത്രത്തോളം അവരെ നടത്തുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവസ്നേഹത്തിനായി നന്ദിയോടെ സ്തോത്രം കർത്താവെ. പ്രത്യേകാൽ ഇന്ന് വചനം സൂക്ഷി ദൈവദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയ കർത്തദാസൻ ഞങ്ങളോട് തായിരിക്കാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. തന്റെ വരവിന്റെ ഉദ്ദേശങ്ങളൊക്കെ ദൈവം അറിയുന്നു. കർത്താവിന്റെ മഹാസാന്നിധ്യം തന്നോട് കൂടെ ഇരുന്നെ ബലപ്പെടുത്തിക്കൊള്ളുമാറാകണമേ കർത്താവെ. നന്ദിയോട് ഞങ്ങളെങ്ങനെ സ്തുതിക്കുന്ന കർത്താവ്. ഇന്ന് കേൾപ്പിച്ച ദൈവജനത്തായി സ്തോത്രം ചെയ്യുന്നു. നാഥാ, ഞങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവിന്റെ വരവിനെ ലക്ഷ്യമാക്കി ഞങ്ങളുടെ ജീവിതയാത്ര കഴിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യാശയോടെ ദിനം തോറും നിമിഷം തോറും ആയിരിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ കർത്താവേ. നന്ദിയോടെ സ്തോത്രം. ഈ നാശനമായ ലോകത്തിന് വേണ്ടി ഓടുവാനുള്ള ദൈവസന്നിധിയിൽ എത്തിച്ചേരുവാൻ ആവശ്യമാർന്ന ദൈവകൃപ ഞങ്ങൾക്ക് ലഭിക്കേണ്ടതിന് നിമിഷം തോറും ഞങ്ങളെ നടത്തിക്കൊള്ളണമേ കർത്താവേ. അങ്ങയുടെ ദാസനെ വചനം സൂക്ഷിപ്പാൻ ബലപ്പെടുത്തിക്കൊണ്ട് സ്തോത്രം ചെയ്യുന്ന കുടുംബമായി ദൈവരെ അനുഗ്രഹിച്ചുകൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളെ ഓരോരുത്തരെയായി പിന്നെയും ദൈവങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവെ, വൈകിട്ടത്തെ ആരാധനയെ ദൈവം അനുഗ്രഹിക്കണമേ. തിരുസാന്നിധ്യം ഞങ്ങളോടുകൂടെ ഇരിക്കുമാറാകണമെന്ന്. നാളെ പകൽ വൈകിട്ടൊക്കെ നടക്കുന്ന ആരാധനകളെ അനുഗ്രഹിക്കണമേ. സൺഡേയിലെ ആരാധന തിരുവത്താഴമൊക്കെ അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാ. ഞങ്ങളെ ഓരോരുത്തരെയായി ദൈവങ്ങളിലേക്ക് ഏൽപ്പിക്കും. ഞങ്ങളുടെ ആവശ്യങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു.
നീ ഞങ്ങൾക്ക് മറുപടിയായി ഞങ്ങളെ സഹായിക്കുന്ന ദൈവമാകയാൽ സ്തോത്രം. ഞങ്ങളുടെ രോഗികളെ സൗഖ്യമാക്കണമേ. യാത്രകളായിരിക്കുന്നവരെയും സൂക്ഷിച്ചു കൊള്ളണമേ. എല്ലാവിധ വിഷയങ്ങളെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. കർത്താവിന്റെ പ്രാർത്ഥന കേട്ടതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും കൂട്ടായ്മയും കാവലും നമ്മോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച വിഷയങ്ങളോട് ദൈവസഭയിലെ എല്ലാ ഭവനങ്ങളോടും ലോകമ്പാട്ടുള്ള സകല വിശുദ്ധന്മാരോടും കൂടെ കർത്താവിന്റെ നാൾ വരെ നീക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശുക്രിസ്തു മുഖാന്തരം ഇന്ന് പകൽക്കാലം നമുക്ക് ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വിവരണമായ ദൈവം നമ്മെല്ലാവരും ധാരാളമായി